ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ചുള്ള ഈ വീഡിയോയുടെ ആദ്യത്തെ പാർട്ട് നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ആദ്യത്തെ പാർട്ട് കണ്ടിട്ടില്ല എങ്കിൽ വീഡിയോ നമ്പർ 18 കാണുക. ഇത് ആദ്യത്തെ പാർട്ടിൻ്റെ തുടർച്ചയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പ്രകാശ് നായർ. ഇനി നമുക്ക് നോക്കാം എന്തിനാണ് നമ്മളൊരു ഇൻഷുറൻസ് നമ്മൾ എടുക്കേണ്ടത്. അതാണ് നമുക്ക് മെയിനായിട്ടും ചിന്തിക്കേണ്ട കാര്യം. എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കേണ്ടത്. മെഡിക്കൽ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും നമ്മുടെ മെഡിക്കൽ എക്സ്പെൻസസുകളിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റിന് അല്ലെങ്കിൽ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസിൽ വരുന്ന ഇൻക്രീസ് നമുക്കത് ചിന്തിക്കാൻ പറ്റുന്നതിൽ കൂടുതലാണ്. അങ്ങനെയുള്ള ആ മെഡിക്കൽ ഇൻഫ്ലേഷനെ കവർ ചെയ്യണമെങ്കിൽ, അതിനൊരു പരിഹാരം വേണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇതേപോലുള്ള ഇൻഷുറൻസ് പോളിസികൾ എടുക്കണം. പിന്നെ അതുകൂടാതെ തന്നെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് നമുക്ക് അഫോർഡബിളായിട്ടുള്ള മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് വേണമെങ്കിലും ഇൻഷുറൻസ് പോളിസി വേണം. ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ നമുക്കറിയാം. ഇന്ന് എല്ലാവർക്കും ഇന്ത്യയിൽ കോമൺ ആയിട്ട് ഉള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസാണ് ഡയബറ്റിക്, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോള്, അതേപോലെയുള്ള ഡിസീസിനെയെല്ലാം നമുക്ക് ട്രീറ്റ് ചെയ്യണമെങ്കിൽ അതിന് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട്, അത് നമ്മുടെ ലൈഫ് ലോങ് നമ്മുടെ കൂട്ടത്തിലുണ്ടാകുന്ന അസുഖങ്ങളാണ് ഈ പറഞ്ഞ അസുഖങ്ങളെല്ലാം. അതിനെല്ലാം ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കൂടുതൽ പൈസ ആവശ്യമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾക്കും ഈ ഹെൽത്ത് ഇൻഷുറൻസ് ഉപയോഗിക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്റ്റ് അവർ സേവിങ്സ്. നമ്മുടെ ലൈഫ് ലോങ് ആയിട്ട് നമ്മൾ സ്വരൂപിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സേവിങ്സ്, ഡെപ്പോസിറ്റ്സ് ഇതെല്ലാം വേണമെങ്കിൽ ഒരു നിമിഷങ്ങൾ കൊണ്ട് ഇല്ലാതാകും. എത്ര രൂപ നമ്മൾ സമ്പാദിച്ചാലും ചില കാര്യങ്ങൾക്ക് നമ്മൾ ജീവിതത്തിൽ അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരാൾക്ക് മാരേജ്, കുട്ടികളുണ്ടാകുക, അഥവാ ആ കുട്ടികളുടെ വിദ്യാഭ്യാസം, അവർക്ക് 17 വയസ്സ് അല്ലെങ്കിൽ 18 വയസ്സ് കഴിയുമ്പോൾ കോളേജിൽ അഡ്മിറ്റ് ചെയ്യാം. ഒരു 20 വയസ്സ്, 22 വയസ്സ്, 23 വയസ്സിൽ അവരെ മാരേജ്, നമ്മുടെ ഒരു 55 വയസ്സിലോ 60 വയസ്സിലോ നമ്മുടെ റിട്ടയർമെൻറ്റ്, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നോർമലായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ഇതിനെല്ലാം നമുക്ക് എക്സ്പെൻസസ് ആവശ്യമാണ്, ക്യാഷ് ആവശ്യമാണ്. ഇപ്പോൾ നമ്മൾ റിട്ടയർമെൻറ്റിന് വേണ്ടിയിട്ട് നോർമലി നമുക്കൊരു 50 വയസ്സൊക്കെ കഴിയുമ്പോഴാണ് തീർച്ചയായിട്ടും ഈ ലൈഫ് സ്റ്റൈല് അസുഖങ്ങൾ, പല അസുഖങ്ങളും നമുക്ക് സാധാരണയായി വരിക. അപ്പോൾ നമ്മൾ സമ്പാദിച്ചു വെച്ചിരിക്കുന്ന പൈസ മുഴുവനും അല്ലെങ്കിൽ അതിൽ കൂടുതലോ അല്ലെങ്കിൽ കടം വാങ്ങി നമുക്ക് ട്രീറ്റ്മെൻറ്റിന് ചില സമയങ്ങളിൽ ഉപയോഗിക്കപ്പെടേണ്ടതായിട്ട് വരും. അങ്ങനെ വരുന്ന സാഹചര്യങ്ങൾ ഈ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമുക്ക് ഒരു പൈസ മുടക്കില്ലാതെ നമ്മൾ എടുത്തിരിക്കുന്ന ആ ഇൻഷുറൻസിൻ്റെ കവർ എത്രയാണോ, 10 ലക്ഷമാണോ 20 ലക്ഷമാണോ, നമുക്ക് 1 ലക്ഷം രൂപ മുതൽ 1 കോടി രൂപ വരെയും അതിൽ കൂടുതലും 1 കോടിയിൽ കൂടുതലും കവർ കൊടുക്കുന്ന ഇൻഷുറൻസ് കമ്പനികളുണ്ട്. സാധാരണയായിട്ട് 1 ലക്ഷം മുതൽ 1 കോടി രൂപ വരെയുള്ള കവർ. അപ്പോൾ നമ്മൾ എടുക്കുന്ന കവറിനനുസരിച്ച് കൂടുതൽ പ്രീമിയം നമ്മൾ കൊടുക്കേണ്ടി വരും. നമ്മൾ എടുക്കുന്ന ഒരു ഇൻഷുറൻസ് ഒരു വർഷത്തേനാണ് നമ്മൾ പ്രീമിയം കൊടുത്താൽ അത് ആക്റ്റീവായിട്ടുള്ളത്. അത് കഴിഞ്ഞ് അടുത്ത വർഷത്തേന് നമുക്ക് കവർ വേണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പോളിസി റിന്യൂ ചെയ്യണം. അപ്പോൾ എത്രയും നമുക്ക് എയർലി ആയിട്ടുള്ള ഏജിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുകയാണ് നല്ലത്. കമ്പനി നമുക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസ് പോളിസി തരുന്നുണ്ട്. നമ്മൾ ഹെൽത്തിയാണ് എന്ന് നമ്മൾ വിചാരിച്ചിരിക്കരുത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ 20 വയസ്സുള്ള ഒരാളുടെ പേരിൽ ഒരു 10 ലക്ഷം രൂപയുടെ ഒരു പോളിസി, ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി, ബേസിക് പോളിസി എടുക്കണമെങ്കിൽ ഏകദേശം 800 രൂപയോ 800 രൂപയൊക്കെയാണ്, അല്ലെ 800 അല്ലെങ്കിൽ 1000 രൂപയിൽ താഴെയാണ് അതിന് ഒരു വർഷത്തിൽ വരുന്ന ഇൻഷുറൻസ് പ്രീമിയം എന്ന് പറഞ്ഞാൽ. അതൊരു 50 വയസ്സല്ലേ 45 വയസ്സുള്ള ഒരാളുടെ പേരിലാണ് ആ 1000 രൂപ 10000 രൂപയുടെ കവർ എടുക്കണമെങ്കിൽ, 10 ലക്ഷം രൂപയുടെ കവർ എടുക്കണമെങ്കിൽ അതിന് 4000 5000 രൂപയോ പ്രീമിയം കൊടുക്കേണ്ടി വരും. അതാണ് അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. അതുകൂടാതെ തന്നെ നമ്മൾ ഏർലി ഏജിൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ആ ലൈഫ് ലോങ് അത് അങ്ങനെ പോകും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയ്ക്ക് ഏതെങ്കിലും അസുഖം വന്നാലും അതെല്ലാം കവർ ചെയ്യും. നമ്മൾ എന്തെങ്കിലും ഒരു അസുഖം വരുന്ന സമയത്താണ് ഇൻഷുറൻസ് പോളിസി എടുക്കുന്നതെങ്കിൽ ആ അസുഖത്തിനുള്ള ട്രീറ്റ്മെൻറ്റ് അതിൽ കവർ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. നമ്മൾ 2 വർഷം അല്ലെങ്കിൽ ആ ഇൻഷുറൻസ് കമ്പനിയുടെ ആ പോളിസിയുടെ ടേംസ് അനുസരിച്ച് 2 വർഷമോ അല്ലെങ്കിൽ 4 വർഷം വരെയൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും.
ഇത് കൂടാതെ തന്നെ ക്യാഷ്ലെസ് ഹോസ്പിറ്റലൈസേഷൻ അതൊരു വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ്. നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്താൽ ആദ്യമേ എല്ലാ ഹോസ്പിറ്റലുകാരും അവർക്ക് അഡ്വാൻസ് നമ്മളോട് ചോദിക്കും. നമ്മുടെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ അഡ്വാൻസ് കൊടുത്താലാണ് ഒരു ട്രീറ്റ്മെൻറ്റ് തുടങ്ങുകയുള്ളൂ. പക്ഷേ നമുക്കൊരു പോളിസി, ഒരു ഇൻഷുറൻസ് പോളിസി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പോളിസി ആ ഹോസ്പിറ്റലിൽ നമ്മൾ സബ്മിറ്റ് ചെയ്താൽ ആ പോളിസി അക്സെപ്റ്റ് ചെയ്യുന്ന ഹോസ്പിറ്റലായിരിക്കണം. കാരണം ഒരുപാട് ഹോസ്പിറ്റലുകളായിട്ട് ഇപ്പോൾ ഇൻഷുറൻസ് കമ്പനികൾക്ക് ടൈപ്പ് ഉണ്ട്. അപ്പോൾ അങ്ങനെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന അവരെ അപ്രൂവ് ചെയ്തിരിക്കുന്ന ഹോസ്പിറ്റലാണെങ്കിൽ ഒരു എക്സ്പെൻസസും നമ്മുടെ കയ്യിൽ നിന്നും മുടക്കാതെ നമ്മുടെ ലിമിറ്റ് അനുസരിച്ച് ഈസി ആയിട്ട് നമുക്ക് വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ഈസി ആയിട്ട് നമുക്കൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അത് കൂടാതെ തന്നെ ഇൻകം ടാക്സിൻ്റെ ബെനിഫിറ്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ള ഒരു സംഗതി എന്ന് പറയുന്നത് നമ്മുടെ പീസ് ഓഫ് മൈൻഡാണ്, നമ്മുടെ മനസ്സിലെ സമാധാനമാണ്. ഇപ്പം അതൊരു സൈക്കോളജിക്കലായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ നമുക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി നമുക്കുണ്ട്, വാലിഡായിട്ടൊരു പോളിസി ഉണ്ട്, അത് 10 ലക്ഷം രൂപ കവർ ചെയ്യുന്നു, 20 ലക്ഷം രൂപ കവർ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമുക്കൊരു മനസ്സമാധാനമാണ്. അഥവാ എനിക്ക് എന്തെങ്കിലും അസുഖം വന്നാലും എനിക്ക് വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ, അല്ലെങ്കിൽ ഞാൻ സ്വരൂപിച്ച് വച്ചിരിക്കുന്ന എൻ്റെ സേവിങ്സിൽ നിന്ന് തൊടാതെ തന്നെ തീർച്ചയായിട്ടും ഇതേപോലുള്ള എക്സ്പെൻസസുകൾ മീറ്റ് ചെയ്യാം എന്ന് നമുക്ക് മനസ്സിലൊരു സമാധാനം. ഇതാണ് ഏറ്റവും, അതൊരു സൈക്കോളജിക്കലായിട്ടുള്ള ഒരു കാര്യമാണ് പീസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ വേറൊരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഈ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയുടെ. നമ്മളൊരു ഇൻഷുറൻസ് പോളിസി എടുക്കുന്നതിന് മുന്നേ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള ചെറുതായിട്ടുള്ളൊരു വിശദീകരണം ഞാൻ നൽകാം. നമ്മൾ എന്തൊക്കെ കവറേജ് ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കുന്നതിന് മുന്നേ നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം അതിൽ എന്തൊക്കെയാണ് കവർ ചെയ്യുക. ഞാൻ പറഞ്ഞു ബേസിക് പോളിസികളുണ്ട്, പിന്നെ അതിൽ നമുക്ക് അതിൻ്റെ കൂടുതൽ റൈഡേഴ്സ് ആഡ് ചെയ്യാം. അതെൻ്റെ റൈഡേഴ്സിനെ കുറിച്ച് തന്നെ ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ റൈഡേഴ്സിനെ കുറിച്ച് മാത്രം ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ വിശദമായിട്ട് നോക്കുക. വെറുതെ ഏതെങ്കിലും ഒരു ഏജൻറ്റ് പറഞ്ഞു ഒരു ഇൻഷുറൻസ് എടുക്കുക, നിങ്ങളുടെ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ് എല്ലാം കവർ ചെയ്യും. പക്ഷേ അങ്ങനെ ആരും ധരിക്കേണ്ട ആവശ്യമില്ല. ഓരോ പോളിസിയുടെയും ടേംസ് അനുസരിച്ച് നമുക്ക് കിട്ടുന്ന കവറ് അല്ലെങ്കിൽ നമുക്ക് എടുക്കാവുന്ന ട്രീറ്റ്മെൻറ്റ്, ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും വ്യത്യസ്തമായിരിക്കും. അത് നമ്മൾ പോളിസി എടുക്കുന്നതിന് മുന്നേ തന്നെ അത് ശ്രദ്ധിക്കുക. അതുകൂടാതെ തന്നെ നമുക്ക് ആഡിക്വേറ്റ് ആയിട്ടുള്ള ഒരു കവർ നമുക്കുണ്ടോ. ഇപ്പോൾ നമുക്ക് 5 ലക്ഷം രൂപ അല്ലെങ്കിൽ 1 ലക്ഷം രൂപയ്ക്ക് ഒരു പോളിസി എടുത്താൽ അത് നമുക്ക് കവർ ചെയ്യുമോ, അല്ലെങ്കിൽ എനിക്ക് 5 ലക്ഷം രൂപയുടെ ഒരു പോളിസി വേണോ, 10 ലക്ഷം രൂപയുടെ ഒരു പോളിസി വേണോ, എത്രയാണ് എമൗണ്ട് കവർ ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ നിങ്ങൾക്കുണ്ടായിരിക്കണം. പിന്നെ ഇതിൽ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ള വെയിറ്റിംഗ് പീരീഡാണ്. പല പോളിസികളിലും നമ്മൾ പോളിസി എടുത്തു കഴിഞ്ഞാൽ കുറേ ദിവസങ്ങളിൽ അല്ലെങ്കിൽ കുറേ മാസങ്ങൾ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ആ വെയിറ്റിംഗ് പീരീഡിനെ കുറിച്ച് അതായത് നമ്മൾ പഠിച്ചിരിക്കണം. അത് പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡിസീസസ്, അതായത് തൈറോയിഡ്, ഡയബറ്റിക്, ഹാർട്ട് ഡിസീസസ്, ക്യാൻസർ, ബ്ലഡ് പ്രഷർ, ഇതേപോലെയുള്ള ഡിസീസുകൾക്ക് എപ്പോഴാണ് ഇതിൻ്റെ കവർ സ്റ്റാർട്ട് ചെയ്യുക, ഇതിൻ്റെ വെയിറ്റിംഗ് പീരീഡ് എത്രയാണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. വേറെ സംഗതി കോ പേയ്മെൻ്റ് എന്ന് പറഞ്ഞൊരു സംഗതിയാണ്. കോ പേയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഓപ്ഷൻ അതിലുണ്ടോ എന്ന് നോക്കണം. കാരണം എന്തെന്ന് വെച്ചാൽ കോ പേയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും മെഡിക്കൽ എക്സ്പെൻസസുകൾ വന്നാൽ പാർട്ടായിട്ട് ഇൻഷുറൻസ് കമ്പനിയും പാർട്ടായിട്ട് നമ്മുടെ പോക്കറ്റിൽ നിന്ന് കൂടി അതിന് പൈസ കൊടുക്കണം. ഇൻഷുറൻസ് കമ്പനി അതിന് ഫുള്ളായിട്ടുള്ള പേയ്മെൻറ്റ് കൊടുക്കില്ല. അങ്ങനെ ഏതെങ്കിലും ക്ലോസ് ആ പോളിസിയിലുണ്ടോ എന്ന് നോക്കണം. പിന്നെ റൂം റെൻറ്റിൻ്റെ സബ് ലിമിറ്റ്സ്, നമുക്ക് ഹോസ്പിറ്റലൈസേഷൻ വന്നാൽ എത്ര റൂം റെൻറ്റ് എത്ര വരെയും അതിൻ്റെ ലിമിറ്റ് എത്രയാണെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നെറ്റ്വർക്ക്, ഹോസ്പിറ്റലുകളുടെ നെറ്റ്വർക്കാണ്. അവർക്ക് ഈ നമ്മൾ എടുക്കുന്ന ഇൻഷുറൻസ് കമ്പനി അല്ലെങ്കിൽ നമ്മൾ ഇൻഷുറൻസ് പോളിസി നമ്മുടെ ഏരിയയിൽ ഉള്ള നല്ല നല്ല ഹോസ്പിറ്റലുകളുമായിട്ട് ടൈപ്പ് ഉണ്ടോ എന്ന് നോക്കണം. നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്തെന്ന് വെച്ചാൽ എല്ലാ ഹോസ്പിറ്റലിലും നമുക്കതിന് അതിന് ബെനിഫിറ്റ് കിട്ടില്ല. ആ ഇൻഷുറൻസ് കമ്പനിക്ക് ടൈപ്പ് ഉള്ള ഹോസ്പിറ്റലുകളിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുള്ളൂ. അപ്പോൾ അത് നോക്കുക, ഏതൊക്കെ ഹോസ്പിറ്റലിലാണ് നമ്മുടെ ഏരിയയിൽ അവരെ നെറ്റ്വർക്ക് കവറുണ്ടോ, ഹോസ്പിറ്റൽസ് ഉണ്ടോ എന്ന് നോക്കുക. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ നോക്കാനുള്ളത്, നമ്മളൊരു പോളിസി എടുത്ത എല്ലാ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി 1 വർഷത്തേനാണ്. എല്ലാ വർഷവും നമ്മളിത് റിന്യൂ ചെയ്യണം. അപ്പം അതിന് ഒരു റിന്യൂവൽ, ലൈഫ് ലോങ് റിന്യൂ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആ പോളിസിക്ക് ആപ്ലിക്കബിൾ ആണോ എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ 1 വർഷം നമ്മുടെ പ്രീമിയം മുടങ്ങി അല്ലെങ്കിൽ പോളിസി ലാപ്സായെങ്കിൽ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ
നമ്മൾ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ 5 വർഷം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടൊരു പോളിസി മെയിൻറ്റെയിൻ ചെയ്ത് 6ാമത്തെ വർഷം അത് ലാപ്സായി പോയെങ്കിൽ പിന്നെ നമ്മൾ ഒന്നേന്ന് പറഞ്ഞ് തുടങ്ങണം. നമ്മൾ കൊടുക്കേണ്ട ഇൻഷുറൻസ് പ്രീമിയത്തിൻ്റെ തുക കൂടുതലായിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. എന്തെങ്കിലും എക്സ്ട്രാ പ്രീമിയം ഇതിൽ ചാർജ് ചെയ്യുന്നുണ്ടോ, പ്രീമിയം ലോഡിംഗ് ചാർജസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ, ഈ നമ്മൾ എടുത്തിരിക്കുന്ന നമ്മൾ നല്ല ഇൻഷുറൻസ് കമ്പനികളിൽ നിന്നാണ് ഇൻഷുറൻസ് പോളിസി എടുക്കാവുള്ളൂ. അങ്ങനെയുള്ള കമ്പനികളിലെ ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ എങ്ങനെയാണെന്ന് നോക്കണം. പിന്നെ ഇവരുടെ റിവ്യൂ, ഈ ഇൻഷുറൻസ് കമ്പനികളെ കുറിച്ചുള്ള റിവ്യൂ ഗൂഗിളിൽ എവിടെയെങ്കിലും സെർച്ച് ചെയ്ത് അല്ലെങ്കിൽ ഇത് റിസർച്ച് ചെയ്ത് തരുന്ന പല റിപ്പോർട്ടുകളുണ്ട്, അതിൽ നോക്കുക. ഇവരെ ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ, കസ്റ്റമർ സർവീസ്, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. വേറൊരു കാര്യം, ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി നമ്മൾ എടുത്താൽ അതിൻ്റെ പോളിസിയുടെ ഇൻഷുറൻസ് തുക എങ്ങനെയാണ് കണക്കാക്കുക, അത് പല കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ മെഡിക്കൽ ഹിസ്റ്ററി, നമ്മളൊരു പോളിസി എടുക്കുന്നതിന് മുന്നേ അതിൽ പല ക്വസ്റ്റ്യൻസിനും നമ്മൾ ആൻസർ ചെയ്യണം. നമുക്ക് എന്തെങ്കിലും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡിസീസ് ഉണ്ടോ, നമ്മുടെ പേരൻസിന് എന്തെങ്കിലും ഡിസീസ് ഉണ്ടോ, നമ്മൾ സ്മോക്കേഴ്സ് ആണോ, ആൽക്കഹോൾ കഴിക്കുമോ, ഡ്രഗ്സ് കഴിക്കുമോ, ഇതേപോലെയുള്ള പല കാര്യങ്ങൾക്ക് എന്തെങ്കിലും സർജറി ചെയ്തിട്ടുണ്ടോ, കുറേ ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കും. എപ്പോഴും നിങ്ങൾ ഈ പോളിസിക്ക് ഈ ഫോം ഫില്ല് ചെയ്യുമ്പോൾ എല്ലാത്തിനും സത്യസന്ധമായിട്ടുള്ള മറുപടി കൊടുക്കണം. ശരി, നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ ഏതെങ്കിലും ഒരു അസുഖം ഇപ്പോൾ ഉണ്ട്, ഡയബറ്റിക് ആണ്, ബ്ലഡ് പ്രഷറുണ്ട്, തീർച്ചയായിട്ടും യേസ് എന്ന് തന്നെ പറയുക. അല്ലെങ്കിൽ പിന്നീട് അതൊരു കോംപ്ലിക്കേഷൻ ആകും. നമ്മൾ ഈ ക്ലെയിം സെറ്റിൽ ചെയ്യാൻ സമയത്ത് അത് വേറെ കോംപ്ലിക്കേഷൻ ആകും. അപ്പോൾ എപ്പോഴും സത്യസന്ധമായ കാര്യങ്ങൾ പറയുന്ന ഫോം, നമ്മൾ പ്രപ്പോസൽ ഫോം ഫില്ല് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം സത്യസന്ധമായിട്ട് പറയുക. അതായത് പോളിസിയുടെ ടേം അനുസരിച്ച് ഇൻഷുറൻസ് പ്രീമിയത്തിൽ വ്യത്യാസം വരാം. അതേപോലെ തന്നെ ജെൻഡർ, മെയിലോ ഫീമെയിലോ ആണെങ്കിൽ അതിൻ്റെ ബേസിസിൽ ഇൻഷുറൻസ് പ്രീമിയത്തിൽ വ്യത്യാസം വരാം. ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് പ്ലാൻ, നമ്മൾ ഏത് തരത്തിലുള്ള പ്ലാനാണ്, പലതരത്തിലുള്ള പ്ലാനുകൾ അവൈലബിൾ ആണ്. അതിൽ ഏത് തരത്തിലുള്ള പ്ലാനാണ് നമ്മൾ എടുക്കുന്നത് അതിനെ ആശ്രയിച്ച് ഇൻഷുറൻസ് പ്രീമിയത്തിൽ വ്യത്യാസം വരാം. നോ ക്ലെയിം ഡിസ്കൗണ്ട് അതുണ്ട്. പിന്നെ ലൈഫ് സ്റ്റൈൽ, നമ്മൾ സ്മോക്കറാണ്, ലിക്വർ കഴിക്കുന്നവരാണ്, ഡ്രഗ്സ് കഴിക്കുന്നവരാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതിനനുസരിച്ച് പ്രീമിയത്തിൽ വ്യത്യാസം വരാം. ഇത് വളരെ ഇൻഷുറൻസ് എങ്ങനെയാണ് ഇന്ന് ക്ലെയിം ചെയ്യുക, അത് വളരെ ഈസി ആയിട്ടുള്ള പ്രൊസീജിയറാണ്. ഇപ്പോൾ നമുക്ക് ക്യാഷ്ലെസ് ആയിട്ടുള്ള ഒരു ഇൻഷുറൻസ് പോളിസിയാണ് നമ്മൾ എടുത്തിരിക്കുന്നതെങ്കിൽ നമ്മളൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മൾ ഫ്രീ ആയിട്ട് ഇപ്പം ഹോസ്പിറ്റലൈസേഷൻ ഒരു ട്രീറ്റ്മെൻറ്റ് ഹോസ്പിറ്റലൈസേഷൻ ആവശ്യമാണെങ്കിൽ നമ്മൾ ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ ഒരു 72 മണിക്കൂർ അല്ല 48 മണിക്കൂർ മുന്നേ ഇൻഷുറൻസ് കമ്പനിയെ ഇൻഫോം ചെയ്താൽ നല്ലതാണ്. അഥവാ ഒരു എമർജൻസി കേസിലാണെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് 24 hours ഇൻഷുറൻസ് കമ്പനീനെ ഇൻഫോം ചെയ്യണം. ക്യാഷ്ലെസ് സെറ്റിൽമെൻ്റ് ആണെങ്കിൽ ആ ഹോസ്പിറ്റലിൽ തന്നെ അത് സെറ്റിൽ ചെയ്തോളും. ഹോസ്പിറ്റലിൽ തന്നെ ഇൻഷുറൻസ് കമ്പനിയായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് അത് സെറ്റിൽ ചെയ്തോളും. റീഇംബേഴ്സ്മെൻറ്റിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ബില്ലുകളെല്ലാം വാങ്ങി ഇൻഷുറൻസ് കമ്പനികൾക്ക് സബ്മിറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് ഈ പൈസ ഇൻഷുറൻസ് കമ്പനികൾ തരികയുള്ളൂ. ഇത്രയൊക്കെയാണ് എനിക്ക് ആമുഖമായിട്ട് ഈ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയെ പറ്റി പറയാനുള്ളത്. പക്ഷേ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇനിയും അറിയേണ്ടതായിട്ടുണ്ട്. അത് ഞാൻ